ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. ഞാറ്റുവേല. കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ. വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. അനു, ഓണത്തോടനുബന്ധിച്ച് എല്ലാ സ്ഥലത്തും കൃഷിയുണ്ട്. നമുക്കും ചെറിയ തോതിൽ കൃഷി ചെയ്താലോ? അതിന് നമുക്കെവിടെയാ സ്ഥലമുള്ളത് ചേച്ചി? അല്ല, അത് കൊള്ളാം. നഗരപ്രദേശത്ത് സ്ഥലം ആർക്കാ ഉള്ളത്? എല്ലാവരും ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നതിനെ പറ്റി നീ കേട്ടിട്ടില്ലേ? ഓ, ഇനി ടെറസിൽ ഇതെല്ലാം എടുത്തുകൊണ്ട് കയറാൻ എനിക്കൊന്നും വയ്യ ചേച്ചി. എൻ്റെ അനു, ഈ ചെറിയ പ്രായത്തിൽ നീ ഇങ്ങനെയൊന്നും പറയല്ലേ. നീ നമ്മുടെ വട്ടിയൂർക്കാവിലെ പുഷ്പകുമാർ ചേട്ടനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, അതാരാ ചേച്ചി? പുഷ്പകുമാർ ചേട്ടനെ പോളിയോ ബാധിച്ച് കാല് രണ്ടും തളർന്നിട്ടും മട്ടുപ്പാവിൽ വിജയകരമായി കൃഷി ചെയ്യുന്ന ആളാണ്. ഓ, ആണോ? അതെ. നമുക്ക് പുഷ്പകുമാർ ചേട്ടൻ്റെ വിശേഷങ്ങളൊന്ന് കേൾക്കാം. താങ്കൾ എങ്ങനെയാണ് ഈ കൃഷിയിലേക്ക് എത്തിച്ചേർന്നത്? ചെറുപ്പം മുതലേ തന്നെ കൃഷിയോട് താല്പര്യമുണ്ടായിരുന്നു. പറ്റുന്ന വിധത്തിലൊക്കെ കൃഷി അറിവുകൾ നേടാനായിട്ട് ശ്രമിക്കാറുണ്ടായിരുന്നു. കുറേയൊക്കെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനും ശ്രമിക്കാറുണ്ടായിരുന്നു. അന്നൊക്കെ നമുക്ക് ലഭ്യമായിരുന്ന സോഴ്സ് ആകാശവാണിയിലെ കാർഷിക പരിപാടികളാണ്. അതൊക്കെ കൃത്യമായി ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. പിന്നെ വീട്ടിൽ ധാരാളം കൃഷി ഉണ്ടായിരുന്നു. പശു ഉണ്ടായിരുന്നു, നെൽകൃഷി ഉണ്ടായിരുന്നു. കൃഷിയോട് ചെറുപ്പം മുതലേ താല്പര്യമുണ്ട്. ശാരീരികമായിട്ട് വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയാണ്. ആ നിലയ്ക്ക് ഈ ടെറസ് കൃഷി താങ്കൾക്ക് ചെയ്യാൻ കഴിയും എന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നു? എനിക്ക് ഒട്ടും നടക്കാനേ സാധിക്കില്ല. വീൽ ചെയർ യൂസറാണ്. കുട്ടിക്കാലത്ത് 4 വയസ്സുള്ളപ്പോൾ പോളിയോ ബാധിച്ച് കാലുകൾ രണ്ടും തളർന്നു പോയതാണ്. ഈ കൃഷിയുടെ കാര്യത്തിൽ താല്പര്യം വരാനുള്ള ഒരു കാരണം കൂടി അതാണ്. ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ സമയം, അതായത് മറ്റു കുട്ടികളെല്ലാവരും സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ പറമ്പിലേക്കാണ് ഇറങ്ങുന്നത്. പറമ്പിൽ നീന്തി നടന്ന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ധാരാളം കൃഷിയുണ്ട്. ആ കർഷക തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി അറിവുകൾ നേടി അവരുമായിട്ട് ചങ്ങാത്തം കൂടി ആ ഒരു കുട്ടിക്കാലമാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പിന്നീട് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി കിട്ടി. പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. ചെങ്ങന്നൂരുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് വന്നു. ഇവിടെ വന്ന് ഞാനൊരു 4 സെൻറ്റിലുള്ള ഒരു വീട് വാങ്ങി ഇവിടെ സ്വന്തമായി സെറ്റിലായി. അപ്പോഴും ഈ മനസ്സിൽ കൃഷി എന്ന ഒരു ആഗ്രഹം കിടപ്പുണ്ട്. അത് എങ്ങനെ നമുക്ക് ഇനി ആ സാധ്യമല്ല എന്നുള്ള വിശ്വാസത്തിലിരിക്കുകയായിരുന്നു. പിന്നീടാണ് ടെറസിൽ ചെയ്യാമല്ലോ എന്നൊരു ചിന്ത വന്നത്. ടെറസിൽ ഈ പടികൾ ഇരുന്നിരുന്ന് കയറിപ്പോവുക മാത്രമേ മാർഗമുള്ളൂ. അല്ലെങ്കിൽ ലിഫ്റ്റ് ഘടിപ്പിക്കണം. പടികൾ ഇരുന്നിരുന്ന് ആൾറെഡി ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ പോകുന്നത് ഉണ്ട്. അപ്പോൾ പുറത്തെ ഒരു സ്റ്റെപ്പ് കൂടി കയറിയാൽ എനിക്ക് ടെറസിലെത്താൻ സാധിക്കും. ടെറസിൽ ഒരു ചെറിയ ഷെഡൊക്കെ ഉണ്ടാക്കി അവിടെ വീൽ ചെയറും വെച്ചു കഴിഞ്ഞു. പിന്നെ കണ്ടെയ്നറുകൾ അതിൻ്റേതായ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതുമെല്ലാം സ്ഥാപിച്ചു. വെള്ളമൊഴിക്കാനുള്ള സംവിധാനം ഒരുക്കി. അങ്ങനെ കൃഷി അങ്ങ് തുടങ്ങി. അപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയതുകൊണ്ട് ഉള്ള കാര്യം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു 10 ഏക്കർ സ്ഥലം അല്ലെങ്കിൽ 2 ഏക്കർ സ്ഥലം തന്നിട്ട് എന്നോട് കൃഷി ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് കൃഷി ചെയ്യാൻ സാധിക്കണമെന്നില്ല. കാരണം എനിക്ക് എൻ്റെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൃഷിയിലാണ് എനിക്ക് താല്പര്യം. കാരണം എനിക്ക് പറമ്പിലേക്ക് എനിക്ക് ആക്സസ് ഇല്ല. പക്ഷേ ടെറസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വീൽ ചെയറിൽ മൂവ് ചെയ്യാം. ഒരു 700-750 സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ട്. അതിലെനിക്ക് ഓരോ സ്റ്റാൻഡുകളിലിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ അടുത്ത് പോയി ഞാൻ മാവ്, പേര, സപ്പോട്ട അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ചിങ്ങ 1 തുടങ്ങിയതാണ് ഞാൻ. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. വട്ടിയൂർക്കാവ് കൃഷിഭവൻ്റെ പരിധിയിൽ ബെസ്റ്റ് നൂതന കർഷകനായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ഒരു ആദരവ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കൃഷിയാണ് ഞാൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നത്? മട്ടുപ്പാവിൽ എനിക്ക് ലഭ്യമായിട്ടുള്ള സ്ഥലം ഒരു 700-750 സ്ക്വയർ ഫീറ്റാണ്. അതിൽ ഞാനൊരു 12-ലധികം ഇനം മാവുകൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട് കണ്ടെയ്നറുകളിൽ.
ഒരു 7ഓളം വരുന്ന പേര വെറൈറ്റികളുണ്ട്. പിന്നെയുള്ളത് സപ്പോട്ടയുണ്ട്, ബനാന സപ്പോട്ട എന്ന് പറയുന്ന സപ്പോട്ടയുണ്ട്, സാധാരണ കാണുന്ന സപ്പോട്ടയല്ല. അകത്തിച്ചീര, അമ്പഴമുണ്ട്, മുരിങ്ങയുണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒരു സൈഡിലായിട്ട് ചെയ്യുന്നുണ്ട്. മുളകുണ്ട്, വെണ്ടയുണ്ട്, പാവലുണ്ട്, പയറുണ്ട്, പിന്നെ കോവലുണ്ട്. കോവൽ ഇവിടെ താഴെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ മുകളിലൊരു സ്ട്രക്ചർ പണിതിട്ട് അതിലേക്ക് കോവലിൻ്റെ വള്ളി കയറ്റി വിട്ടിട്ട് ഒരു 100 കിലോയോളം കോവയ്ക്ക് അതിൽ നിന്ന് പറിക്കാൻ സാധിച്ചിട്ടുണ്ട്. താഴെ മുറ്റത്ത് വഴുതന അങ്ങനെയുള്ള കൃഷികളൊക്കെ ഉണ്ട്. താങ്കൾ എന്തുകൊണ്ടാണ് മാവ് മട്ടുപ്പാവിൽ കൃഷി ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തത്? മാവിനോട് എനിക്ക് ഒരു കമ്പമുണ്ട്. അപ്പോൾ ഞാൻ ടെറസ് ഗാർഡൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഇത് എങ്ങനെ ചെയ്യാൻ സാധിക്കും, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു നിരന്തരമായ ഒരു ഗവേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഇത് ചെയ്യാൻ സാധിക്കും, ഇത് ചെയ്യുന്ന വേറെയും ആളുകളുണ്ട്, അങ്ങനെ മനസ്സിലാക്കി. മാവും ഫ്രൂട്ട് പ്ലാന്റ്സ്, വലിയ ഫ്രൂട്ട് പ്ലാന്റ്സൊക്കെ അതിന് ലിമിറ്റഡ് സാഹചര്യത്തിൽ മണ്ണിൽ നട്ടാൽ വളർന്ന് പന്തലിച്ച് വലിയൊരു ഊഞ്ഞാലിടാൻ പാകത്തിനാകുന്ന മാവ് നമുക്ക് കയ്യെത്തും ദൂരത്ത് മാങ്ങ പറിച്ചെടുക്കാവുന്ന, നമുക്ക് പൂർണ്ണ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കീടനിയന്ത്രണം, രോഗനിയന്ത്രണം എല്ലാം പൂർണ്ണമായി നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം അതിലുണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ജലസേചന സൗകര്യം ഒരുക്കിയിട്ടുള്ളത്? ടാപ്പ് ഉപയോഗിച്ച് അതിൽ നിന്ന് ഓസ് വലിച്ചിട്ട് ഓസിൻ്റെ അറ്റത്ത് നിയന്ത്രിതമായ രീതിയിൽ വെള്ളമൊഴിക്കാവുന്ന തരത്തിൽ നോസിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. വീൽചെയറിൽ ഇതും വലിച്ചുകൊണ്ട് ഓരോ ചെടിയുടെ ചുവട്ടിൽ എത്തുമ്പോൾ എനിക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചുവട്ടിൽ എനിക്ക് വെള്ളം ഒഴിക്കാൻ സാധിക്കുന്നുണ്ട്. സാധാരണ ഓസിൻ്റെ അറ്റം ഓപ്പണായി കിടക്കുകയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്ന വഴി മുഴുവൻ ഒരുപാട് വാട്ടർ ലോസ് ഉണ്ടാകാൻ സാധ്യതയാണ്. ഇതങ്ങനെ ഉണ്ടാവാതെ ഞാൻ നോസിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. അതിനകത്ത് പലതരത്തിൽ വെള്ളം നമുക്ക് സ്പ്രേ ചെയ്യാനും കുത്തിയൊഴിക്കാനും ഒക്കെയുള്ള, ജെറ്റായി പ്രവർത്തിക്കാനും ഒക്കെയുള്ള ആ ഒരു നോസിലുണ്ടായിരുന്നു തിരിച്ച് വയ്ക്കുന്നത്. ആ മാർഗ്ഗമാണ് ഉപയോഗിക്കുന്നത്. വളപ്രയോഗം എങ്ങനെയാണ്? ചെടി നടുന്ന സമയത്ത് നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക് ഇങ്ങനെയുള്ള അടിസ്ഥാന വളങ്ങൾ ചേർത്തിട്ടാണ് നടുന്നത്. കുടുംബാംഗങ്ങൾ ആരൊക്കെയാണ് ആവശ്യമായ പിന്തുണ നൽകുന്നത്? ഞാൻ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. എൻ്റെ ഭാര്യയുടെ പേര് സതീദേവി. മൂത്ത മകൻ അനന്തു പീപ്പായി ഇപ്പോൾ ലണ്ടനിൽ ഉപരിപഠനത്തിലാണ്. ഇളയ പുത്രൻ ഭരത് പീപ്പായി ചിന്മയ വിദ്യാലയം വഴുതക്കാട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തീർച്ചയായിട്ടും ഏതൊരു കൃഷിയും, പ്രത്യേകിച്ച് ടെറസ് ഫാമിംഗ് പോലുള്ള കൃഷി, കുടുംബത്തിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അത് ഭിന്നശേഷിക്കാരനായതുകൊണ്ട് മാത്രമല്ല, എനിക്ക് എന്തായാലും ഭാഗ്യവശാൽ പൂർണ്ണ പിന്തുണ കിട്ടുന്നുണ്ട്. പിന്തുണ കിട്ടും എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഈ ഉദ്യമത്തിലേക്ക് കടന്നു വന്നത്. തീർച്ചയായിട്ടും അവരുടെ കൂടി സപ്പോർട്ടോടു കൂടിയാണ് ഇത് വിജയിച്ചു പോകുന്നത്. ഇപ്പോൾ മഴക്കാലത്ത് എനിക്ക് കയറാൻ പറ്റില്ല മേളിലോട്ട്. വെയിലുള്ള സമയത്ത് എനിക്ക് കയറാൻ പറ്റില്ല. രാവിലെയും വൈകിട്ടും മാത്രമേ എനിക്ക് കയറാൻ പറ്റൂ. ഒരു ദിവസം എനിക്ക് കയറാൻ പറ്റില്ല, വെള്ളം ഒഴിക്കണം. അപ്പോൾ അവർ വെള്ളം ഒഴിക്കും, അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങൾ മേളിൽ എത്തിച്ചു തരും. അങ്ങനെയുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ റിട്ടയർ ആകുന്നതിന് 2 കൊല്ലം മുമ്പാണ് ഞാൻ ഈ പ്രോജക്റ്റ് പ്ലാൻ ചെയ്തത്. റിട്ടയർ ആയതിനു ശേഷം വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ലിമിറ്റഡ് സാഹചര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, ഒരു പരിധിവരെ എൻ്റർടൈൻമെൻറ്റും ഒരു പരിധിവരെ നമുക്കൊരു മെച്ചപ്പെട്ട ഈൽഡ് കിട്ടുന്നതും സന്തോഷം പകരുന്നതും ആയിട്ടുള്ളൊരു കാര്യത്തിൽ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ചെയ്തത്. കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് അതിനെ തന്നെ ചൂസ് ചെയ്യാൻ കാര്യം. അപ്പോൾ അത് ചൂസ് ചെയ്തപ്പോഴാണ് ഏത് എന്ന് ദീർഘകാലം നിൽക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഫ്രൂട്ട് പ്ലാന്റ്സിലേക്ക് ലക്ഷ്യം വെച്ച് മാവ്, പേര അങ്ങനെയൊക്കെ നീങ്ങിയത്. മാതൃകാപരമായിട്ടുള്ള ഈ പ്രവർത്തനം കൊണ്ട് എന്തെങ്കിലും സന്ദേശം മറ്റുള്ളവർക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കൃഷി എന്ന് പറയുന്നത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യമല്ല. അതൊരു വീൽ ചെയറിലിരുന്ന് പോലും ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്ദേശം. എന്നുവെച്ചാൽ വീൽ ചെയറിലിരുന്ന് കൃഷി ചെയ്യാം. കൃഷി ചെയ്യുന്നതിന് പ്രത്യേകിച്ച് മനസ്സ് മാത്രം ഉണ്ടായാൽ മതി, വേറെ ഒന്നും പ്രശ്നമല്ല. ഇത്രയും നേരം ഞാറ്റുവേലയ്ക്ക് വേണ്ടി താങ്കളുടെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി. കുട്ടിക്കാലത്ത് സ്ഥിരമായ റേഡിയോ ശ്രോതാവായിരുന്നു. അതിൽ എൻ്റെ ശബ്ദം രേഖപ്പെടുത്തപ്പെടാൻ പോകുന്നു എന്നുള്ള അറിവ് വളരെയധികം സന്തോഷം പകരുന്നു. നന്ദി. അനു, നീ വിശേഷങ്ങളൊക്കെ കേട്ടില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ശരിയാ ചേച്ചി. ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ ഉൾപ്പെടെയുള്ള പുതിയ തലമുറ കാണിക്കാറുള്ള മടിയുണ്ടല്ലോ, അത് മാറ്റിയാൽ തന്നെ പ്രതീക്ഷിക്കുന്നതിലും ഉപരിയായ ഫലമുണ്ടാകുമെന്ന് മനസ്സിലായി. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.